അച്ഛനമ്മനെ പേടിയാണല്ലേ? പേടി എനിക്ക് നിന്റെ അമ്മേനോടല്ലേ പപ്പടം പൊടിക്കണ പൊട്ടിക്കിഞ്ഞ് പൊട്ടിന് അച്ഛൻ ഇപ്പൊ കിട്ടും. പപ്പടം മതി എന്ന് പറയായിരുന്നു. എന്താ പയർ പെട്ടല്ലേ? മതി, പയറാണെങ്കിലും മതി. എന്നാ ഓക്കെ. തീരെ പേടിയില്ലല്ലോ അച്ഛൻ. അച്ഛൻ എന്നെയാണോ അമ്മേനെയാണോ ഇഷ്ടം? ആ ആദിച്ചി എന്താ പറയണേ നോക്കാല. നിങ്ങൾ രണ്ടുപേരും എന്റെ രണ്ട് കൈകളല്ലേ ചിക്കു. ആണോ? അപ്പൊ ഇതില് വലത് കൈ ആരാ? പറ പറ. അപ്പൊ കുടുംബം കലക്കാനുള്ള പണിയായിരുന്നല്ലേ ഈ ക്ലോക്കിന്റെ ഇത്ര സ്പീഡ്. അച്ഛന് കേരളക്കാരാണോ ബാംഗ്ലൂർക്കാരാണോ ഇഷ്ടം? കേരളക്കാര്. നീനോ? ഓ അവിടം വരെ കേട്ടാ. ബാംഗ്ലൂര് കേരളക്കാരത്ര പോരാ. ആഹാ, കേട്ടാ അമ്മൂമ്മേ, അച്ഛൻ ആകെ മാറിപ്പോയി അല്ലേ? അപ്പൊ എനിക്ക് കേരളത്തിലോട്ട് പോകാൻ പറ്റില്ല. ദേ, ഇപ്പൊ ഇവിടെ അമ്മയില്ലല്ലോ. സത്യം പറ, ആ വീട്ടില് കന്നഡ പറയണോ മലയാളം പറയണോ? മലയാളം. അതിലെന്ത് ഇത്ര ഡൗട്ട്? ಏನೋ എന്നെന്താ? ഓ മൈ ഗോഡ്, കന്നഡ. അങ്ങനെ വഴിക്ക് വാ. ഇങ്ങനെ പേടിക്കല്ലേ അച്ഛാ. ചിക്കു, നമുക്ക് ആരോട് എന്ത് പറയാണ്ടെങ്കിലും ആ? പറയാനുള്ളവരുടെ കണ്ണിൽ നോക്കി കോൺഫിഡന്റ് ആയിട്ട് കാര്യം പറയണം. ആരും പേടിക്കാൻ പാടില്ല. എന്നാ എന്റെ കണ്ണിൽ നോക്കിട്ട് പറയേ, ഇന്നലെ രാത്രി എവിടെയായിരുന്നു? കണ്ണിൽ നോക്കി അങ്ങനെ പറ അച്ഛാ. ആഹാ. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. വർഗാധിപത്യവും കൊളോണിയസ് ചിന്താധരണികളും വാദികളായിട്ടുള്ള കാര്യം മാത്രമല്ല. മനസ്സിലായോ? ഞാൻ പോട്ടെ മുത്തേ. ഈ പറയണ സ്ഥലം ഏതാ ചിക്കോ? ഇത് വലിയ സ്ഥലം തോന്നുന്നു. ആ ഭാഗ്യം വണ്ടികൾക്ക് മനസ്സിലായില്ല. കർണാടകയിൽ നിന്ന് കിട്ടിയ നന്നായി.